മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മാർഗോയ്ക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ കണ്ണനും മഹാലക്ഷ്മിക്കും നല്ല ഉറപ്പാവുന്നുണ്ട്. എന്താപത്ത് വരുമ്പോഴും മാർക്കോ ഇവരെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട്. നന്മയുള്ളവരെ മാത്രമേ മാർക്കോ സഹായിക്കാറുള്ളൂ. പക്ഷേ ദുഷ്ടന്മാരെ മാർക്കോ നല്ല രീതിയിൽ തന്നെ പഞ്ഞിക്കിടുന്നുണ്ടെന്നും ഇവർക്കറിയാം. പിന്നീട് തോമസ് ഡോക്ടറും പറയുന്നുണ്ട് മാർക്കോയിൽ എന്തൊക്കെയോ ദൈവിക ചൈതന്യമുണ്ട്. അതുകൊണ്ടാണ് മഹാലക്ഷ്മിനെയും കണ്ണനെയും അവനിങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നത്. അതുകൊണ്ട് മാർക്കോയെ നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. നിങ്ങളുടെ കമ്പനിയിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്തവനെ കൂടെ തന്നെ നിർത്തണമെന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു, അവൻ കേൾക്കണ്ടേ സാറെങ്കിലും അവനോടൊന്ന് പറഞ്ഞു നോക്കുമെന്ന് പറയുന്നു. അന്നേരം തോമസ് ഡോക്ടർ പറയുന്നുണ്ട് അവനോട് ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തായാലും മഹാലക്ഷ്മി ഒന്ന് സംസാരിച്ച് നോക്ക്. നിങ്ങളുടെ കമ്പനിയിൽ അവനെ നിർത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്കും നല്ലതാ, കമ്പനിക്കും നല്ലതാ, അതുപോലെ അവനക്കും ഒരു ജീവിതം ഉണ്ടാവുമല്ലോ. എത്ര നാളെന്ന് വെച്ചിട്ടാണ് അവനിങ്ങനെ തല്ലും പിടുത്തമൊക്കെ ആയിട്ട് നടക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് ആ ഗുണ്ടകൾക്ക് ഗുരുതരമായ പരുക്കുണ്ടോടാന്ന് ചോദിക്കുമ്പം എല്ലാത്തിനെയും നല്ലോണം അവൻ ഇടിച്ച് പരുവാക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ആരും ഇല്ലാത്ത സമയത്ത് നോക്കി ആ ഗുണ്ടകളെ ഒന്ന് പോയി കാണട്ടെ, ആരാ ഇത് ചെയ്തതെന്ന് അറിയണമല്ലോ. മിക്കവാറും ഇത് മാർക്കോ തന്നെ ആയിരിക്കുള്ളൂ. അപ്പം നീ ഇപ്പം തന്നെ ഒന്ന് പോയി നോക്കടാന്ന് പറയുമ്പോൾ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ പോകുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ ചെല്ലുന്ന സമയത്ത് ആ ഗുണ്ടകളാണെങ്കിൽ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ റൂമിൽ വന്ന് കിടക്കുകയാണ്. ആ സമയത്ത് പ്രതാപനെ കണ്ടതും ആ ഗുണ്ടകൾ പറയുന്നുണ്ട് നിങ്ങൾ തന്ന കൊട്ടേഷൻ ഒരു 1.5 കൊട്ടേഷനായിപ്പോയി, ശരിക്കും എന്താ സംഭവിച്ചത്, എന്നിട്ട് അവളെ നിങ്ങളൊന്നും ചെയ്തില്ലേന്ന് ചോദിക്കുമ്പം അവളെ കൊല്ലാനായി തുടങ്ങിയ സമയത്താണ് അവൻ വന്നതും പിന്നെ അവൻ്റെ ഒരു അംഗമായിരുന്നു അവിടെ. ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള ഒരു അവസരം പോലും തരാതെ അവൻ ഞങ്ങളെ ആക്രമിച്ചു. അവൻ്റെ കരുത്തിന് മുന്നിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഭാഗ്യത്തിന് അവൻ ഞങ്ങളെ ആരെയും കൊന്നില്ല, ജീവനോടെ വിട്ടിട്ട് പോയി. ആ പെണ്ണിനെ അവൻ കൊണ്ടുപോയിന്ന്. അത് കേട്ടതും പ്രതാപം പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ. എന്നായാലും അവനിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊരു കാര്യമേറ്റാ നടത്തുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അവളെ കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അവളെ അങ്ങ് തീർത്ത് കളയാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് ആ ഗുണ്ട പറയുന്നുണ്ട് അതെങ്ങനെയാണ്, എവിടെയെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അല്ലേ അവളെ കൊല്ലാൻ പറ്റുള്ളൂ, അല്ലാതെ വണ്ടിയിലിട്ട് കൊല്ലാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയത്. ആ സ്ഥലത്ത് ഒരു മനുഷ്യരും വരാത്ത സ്ഥലമാണ്, എന്നിട്ട് അവനെ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് അവൾക്ക് എന്തോ പിശാചിൻ്റെ ബാധയുണ്ട്, അതുകൊണ്ട് അവളിങ്ങനെ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടണേന്ന്. ആ സമയത്ത് ആ ഗുണ്ടങ്ങളും പറയുന്നുണ്ട് അവനക്കും എന്തോ ഒരു ശക്തി ഉള്ളതുപോലെ ഞങ്ങൾക്ക് തോന്നണേ, ഞങ്ങളെ 3 പേരെയും അവൻ ഒറ്റയ്ക്ക് തല്ലി നിലം പരിശാക്കിയത്, അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലെയുള്ള കൊട്ടേഷനൊന്നും ഞങ്ങളെ ഏൽക്കൂലെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് എന്തായാലും ആ മാർക്കോയെ നിങ്ങൾ വെറുതെ വിടരുതെന്ന് പറയുമ്പം പോലീസ് എന്തായാലും വരുമല്ലോ, പോലീസ് ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളെ തല്ലി ഇങ്ങനെ ആക്കിയത് മാർക്കോയാന്ന് ഞങ്ങൾ പറഞ്ഞേക്കാമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അതൊരിക്കലും വേണ്ട, അങ്ങനെ പറയുമ്പം നിങ്ങളെ മാർക്കോ തല്ലിയത് എന്തിനാന്നുള്ള അന്വേഷണം വരും, അവസാനം ഞാൻ ജയിലിൽ പോകേണ്ട വരുമെന്ന്. അപ്പം ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം നിങ്ങൾ തൽക്കാലം ഒന്നും പറയാൻ നിൽക്കണ്ട, നിങ്ങളെ ഉപദ്രവിച്ചത് ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ അത് ഇതിലും വലിയ പുലിവാലാവും. അതുമാത്രമല്ല ആ മാർക്കോ നിങ്ങളെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളെ കാണാൻ വരാൻ സാധ്യതയുണ്ടെന്ന്. അത് കേട്ടത് ആ ഗുണ്ടകൾ നല്ലോണം ഒന്ന് പേടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തു ആണെങ്കിൽ കണ്ണനെ കാണാനായിട്ട് വന്നേക്കാണ്. എന്നിട്ട് കണ്ണനോട് ചോദിക്കുന്നുണ്ട് കണ്ണ എങ്ങനെയുണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും ചെറിയൊരു മാറ്റമുണ്ട്, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കണ്ണൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടതും അനന്തുവിനത് വിശ്വസിക്കാനേ പറ്റണില്ല. അനന്തു സന്തോഷത്തോടു കൂടി ഓടിച്ചെന്ന് കണ്ണനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാലും നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ല കണ്ണ, മഹി അന്ന് പറഞ്ഞപ്പം നീ എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു, എന്നാലും ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ഇത്ര പെട്ടെന്ന് അത് നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും എനിക്ക് സന്തോഷമായിടാ, നിനക്ക് ഞങ്ങളെപ്പോലെ നടക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നിൻ്റെ രണ്ടാനമ്മയും ഉണ്ണിയൊക്കെ ഈ വിവരം അറിഞ്ഞാൽ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മിയും കണ്ണനും പറയുന്നുണ്ട് അത് ആരെയും അറിയിക്കരുതെന്ന് തന്നെയാണ് തോമസ് ഡോക്ടർ പറഞ്ഞേക്കണേ, ശത്രുക്കൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അതുമാത്രമല്ല ഇതോടുകൂടി ചികിത്സ തീരണമില്ല, ഇനിയും ഒരു 1.5 വർഷവും കൂടി എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കാരണം വർഷങ്ങളായിട്ട് ഞാൻ വീൽ ചെയറിലല്ലായിരുന്നോ, ഇനി ഒരിക്കലും എൻ്റെ ശരീരത്തിന് ഒരപാകതയും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ. ആ സമയം വരെ ഈ വിവരം മറ്റാരും അറിയരുത്, എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ വിവരങ്ങൾ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് അതേതായാലും നന്നായി, നീ പിന്നെ ഒരുപാട് സൂക്ഷിക്കണം, നീ അറിയാതെ കാലനക്കോ ഒന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് സൂക്ഷിച്ച് തന്നെ നടക്കണേ, എൻ്റെ കാലനങ്ങുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കാനായിട്ട് എൻ്റെ ചുറ്റിനും ആളുണ്ടെന്ന് എനിക്കറിയാം,
പിന്നെ അബദ്ധത്തിലെങ്ങാനും കാലം അനങ്ങിപ്പോയാലേ ഉള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയും ഉണ്ണീനെയും കർണേനെയാണ്. അവരിങ്ങനെ ഇപ്പം എന്തായാലും മഹാലക്ഷ്മിയെ ആ ഗുണ്ടകൾ കൊന്നിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, നീ നിൻ്റെ അച്ഛനെ വിളിച്ചൊന്ന് ചോദിക്കുക, എന്നാലല്ലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കർണ ഫോണെടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ കർണയുടെ കോള് കണ്ടതും പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, മോള് വിളിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ എന്താ മോളോട് പറയേണ്ടത് അമ്മയെന്ന് ചോദിക്കുമ്പം നീ നടന്ന കാര്യങ്ങൾ പറ, അല്ലാതെ ഇപ്പോൾ മോളോട് അത് മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ പ്രതാപനോട് ഫോൺ എടുത്തതും കർണ ചോദിക്കുന്നുണ്ട്, എന്തായി അച്ഛാ അവൾ മരിച്ചോ എന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, അതും നമുക്ക് പാളിപ്പോയി, ആ ഗുണ്ടകളെ ആ മാർക്കോ തല്ലി ചതച്ചൊരു പരിവാക്കി അവരിപ്പോൾ ആസ്പത്രിയിൽ അഡ്മിറ്റാണ്. അത് കേട്ടതും കർണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കർണ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാ അച്ഛാ ഈ പറയണത്, അച്ഛനല്ലേ പറഞ്ഞ ഇന്നത്തോടുകൂടി അവളുടെ ശല്യം തീരുമെന്ന്, എന്നിട്ട് ഈ പ്രാവശ്യം അവൾ കയ്യിൽ നിന്ന് പോയല്ലേ, എപ്പോഴും അവൾക്ക് മാത്രമല്ലോ ജയം, ഞാൻ ഓരോ ദിവസം ചെല്ലുന്നോറും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും മോളെ, അവളുടെ കയ്യിൽ ആ അയ്യപ്പ വിഗ്രഹം ഉള്ളിടത്തോളം കാലം നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതെടുത്ത് കളയാനും നമുക്ക് പറ്റില്ല, അപ്പോൾ പിന്നെ അവളുടെ അടിമയായിട്ട് ഞാനിവിടെ ജീവിക്കലേ നടക്കുള്ളൂ ഇല്ലേ അച്ഛാന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല മോളെ, ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിയട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി നോക്കാം, ഇപ്പം മേഘൻ ജയിലിലല്ലേ, ജയിലിൽ നിന്ന് മേഘൻ ഇറങ്ങട്ടെ, അതിനുശേഷം നമുക്ക് കണ്ണനെയും മഹാലക്ഷ്മീനെയും കൊല്ലാനുള്ള പ്ലാൻ ഒരുക്കാം, അല്ലാതെ തൽക്കാലം നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അത് മാത്രമല്ല ഇതിപ്പോൾ അയ്യപ്പ മാസം ആയതുകൊണ്ട് തന്നെ അയ്യപ്പ വിഗ്രഹം എടുത്തുകൊണ്ട് കളയാൻ നിന്നാൽ വീണ്ടും അത് റിസ്ക് ആവും. ഒരു പ്രാവശ്യം കളയാൻ പോയിട്ട് കണ്ടില്ലേ ഞങ്ങളിപ്പോൾ ആസ്പത്രിയിലായിരുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേൾക്കാമെന്ന് കരുതിയാണ് ഞാൻ അച്ഛനെ വിളിച്ചത്, എന്തായാലും അച്ഛൻ ഫോൺ വെച്ചോന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയം ഉണ്ണി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി കരുണ, ഏടത്തിനെ അവർ കൊന്നോന്ന് ചോദിക്കുമ്പം ഏടത്തിനെ കൊന്നുമില്ല തിന്നുമില്ല ഒന്നുമില്ല, ഏടത്തിയെ കൊല്ലാനായിട്ട് ചെന്ന ഗുണ്ടകളെ ആ മാർക്കോ ഇടിച്ച് ഇഞ്ച പരുവാക്കി ആസ്പത്രിയിൽ അവർ അഡ്മിറ്റാണ്. അത് കേട്ടതും ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇനി അവരെ കൊല്ലാനൊന്നും പോകണ്ട, അവർക്ക് എന്തൊക്കെയോ ദൈവിക ശക്തികളുണ്ട്, അതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം അവരെ കൊല്ലാൻ നോക്കിയിട്ടും അവരതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോണത്. ആ സമയം കരുണ പറയുന്നുണ്ട്, അച്ഛനും മുത്തശ്ശിയും പറഞ്ഞത് ആ അയ്യപ്പ വിഗ്രഹം അവളുടെ കയ്യിലുള്ളിടത്തോളം കാലം അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതെടുത്ത് കളയാനും പറ്റില്ലല്ലോ, ഒരു ദിവസം ഞാനും നീയും കൂടി അതുകൊണ്ടേ പുഴയിൽ ഒഴുക്കിയതല്ലേ, എന്നിട്ടത് പിറ്റേ ദിവസം രാവിലെ തന്നെ പൂജാമുറിയിൽ എത്തിയില്ലേ, ഇപ്പോഴാണെങ്കിൽ നിൻ്റെ അച്ഛനും മുത്തശ്ശിയും കൂടി അത് കളയാൻ പോയിട്ട് അവരാണെങ്കിൽ ആക്സിഡൻറ്റിൽപ്പെട്ട് ഇപ്പോൾ ഹോസ്പിറ്റലുമാണ്. അയ്യപ്പ വിഗ്രഹം തിരിച്ച് ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ വരുകയും ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി അവരെ ഉപദ്രവിക്കാനായിട്ട് പോകണ്ട, വേറെ ഏതെങ്കിലും രീതിയിൽ അവരെ തളർത്താൻ നോക്കിയാൽ മതിയെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇവളെ എന്താ കാലനും വേണ്ടേന്ന് വയ്ക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതുകൊണ്ടല്ല, അവർക്ക് എന്തൊക്കെയോ ദൈവിക ശക്തികളുണ്ട്, അതല്ലേ അവർ കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം കണ്ണേട്ടനാണെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ട്, കണ്ണേട്ടൻ്റെ കാലൊക്കെ ചലിച്ചു തുടങ്ങി, അമ്മയും അമ്മാവനും കൂടി വർഷങ്ങളായിട്ട് കണ്ണേട്ടന് മറുമരുന്ന് കൊടുത്ത് കണ്ണേട്ടനെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയതല്ലായിരുന്നു, ഇനിയിപ്പോൾ അയാളെങ്ങാനും എഴുന്നേറ്റ് നടക്കുകയും കൂടി ചെയ്താൽ നമ്മൾ പിന്നെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആരും എന്നെ ജീവനോടുകൂടി കാണില്ല, അയാളെങ്ങാനും എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ മഹാലക്ഷ്മിക്ക് നല്ലൊരു ജീവിതം കിട്ടും, പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവും, അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല, എന്തായാലും ഞാൻ അവരുടെ മുമ്പിൽ ജയിച്ച് നിന്നത് അയാൾ വീൽ ചെയറിലാണെന്നുള്ള ആ ഒരു കാര്യത്തിൽ മാത്രം, അതും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ താലിയും കഴുത്തിലിട്ടുകൊണ്ട് ഇവിടെ നിൽക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ടെന്ന്. അത് കേട്ടത് നമ്മളുടെ ദുർഗയ്ക്കും ഉണ്ണിക്കും കരുണയോട് നല്ല ദേഷ്യമാവുന്നുണ്ടെങ്കിലും അവരതൊന്നും പുറമേ കാണിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിനെയും മാർക്കോനെയൊക്കെയാണ്. അപ്പോൾ മാർക്കോ അനന്തുവിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ പല പ്രാവശ്യമായി കണ്ണനെയും മഹാലക്ഷ്മീനെയും കൊല്ലാനായിട്ട് അവർ നോക്കണു, ഈ പ്രാവശ്യം മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടു പോകാൻ കൊട്ടേഷൻ കൊടുത്തത് ആ പ്രതാപനാണ് ഗുണ്ടകൾ പറഞ്ഞു, എന്തായാലും ഇനി അവർക്കുള്ള നല്ലൊരു തിരിച്ചടി തന്നെ നമ്മൾ കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെയുമുണ്ടോ മനുഷ്യന് സ്വത്തിനോട് ആർത്തിന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഉണ്ണിയും മേഘനും അതുപോലെ കണ്ണൻ്റെ രണ്ടാനമ്മയുടെ സഹോദരനൊക്കെയും കണ്ണനെ എന്നും സ്വത്തിന് വേണ്ടിയാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത്, അവർക്ക് ശരിക്കും കണ്ണനോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ണനെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചത് തന്നെ കണ്ണനൊരു വിവാഹം നടക്കില്ല എന്നുള്ള ഉറപ്പിലായിരുന്നു, പക്ഷേ മഹാലക്ഷ്മി അതിന് തയ്യാറായതും അവരുടെ പ്ലാനാകെ പൊളിഞ്ഞു. എന്തായാലും മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി കണ്ണൻ്റെ പഴയ ഐശ്വര്യങ്ങളെല്ലാം കണ്ണന് തിരിച്ചു കിട്ടി. അതുമാത്രമല്ല കണ്ണൻ്റെ പിറന്നാൾ ദിവസമായിരുന്നു കണ്ണന് നടക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ട് വീൽ ചെയറിലായത്, അതേ പിറന്നാൾ ദിവസം തന്നെ കണ്ണന് എഴുന്നേറ്റ് നടക്കാനും പറ്റി. എന്തായാലും ഇനി കണ്ണൻ ശബരിമലയ്ക്ക് പോയി വന്നിട്ട് നമുക്ക് അവരുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാം, അതിനു മുമ്പ് നമ്മളൊന്നും ചെയ്യാൻ പോകണ്ടെന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഞാനും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചേക്കണേ, എന്തായാലും കണ്ണൻ സാറ് മല ചവിട്ടിയിട്ട് വരട്ടെ, അതിനുശേഷം ഇവരുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം തന്നെ എടുക്കണം,
അല്ലെങ്കിൽ അവർ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന്. ആ സമയത്ത് നമ്മളുടെ തോമസ് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. തോമസ് ഡോക്ടർ വന്നിട്ട് മാർക്കോയോട് ചോദിക്കുന്നുണ്ട്, എന്താ മാർക്കോ ഇവിടെ ഒരു ചർച്ച എന്ന് ചോദിക്കുമ്പം, അതല്ല സാറ്, ഈ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിനെയും നിരന്തരം ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് ഞാൻ അനന്ത് സാറിനോട് പറയുമായിരുന്നു. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ സാധാരണ ആക്രമണത്തിനൊന്നും കൂട്ടു നിൽക്കുന്ന ആളല്ല, പക്ഷേ ഇതുപോലെ മനുഷ്യരെ കൊല്ലാൻ നടക്കുന്നവരെ വെറുതെ വിടാൻ പാടില്ല, ഇതിന് തക്കതായ തിരിച്ചടി തന്നെ അവർക്ക് കൊടുക്കണം മാർക്കോ. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും ഞാനും കണ്ണൻ സാറും മല ചവിട്ടിയിട്ട് തിരിച്ചു വരട്ടെ, ഞങ്ങൾ വന്നതിന് ശേഷം ഓരോരുത്തരെയായിട്ട് കണ്ണൻ സാറിൻ്റെ വീടിൻ്റെ പടിയിറക്കി വിടണമെന്ന്. അത് കേട്ടതും നമ്മളുടെ തോമസ് ഡോക്ടറും അനന്തും ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.